ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് 8 ഓഫ് സ്വോർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സ്വോർഡാണ്. 8 ഓഫ് സ്വോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ബൗണ്ടറിക്കുള്ളിൽ കയറിയിരിക്കുക. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന് അത് പ്രകാരമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. നമ്മൾ ചില ആളുകളെ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു, ചില ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു, അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്, പക്ഷേ നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പെട്ടുപോയി, ഞാൻ ഇന്ന ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ ഇരയായി, എന്നെ ഇരയാക്കി എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമേ ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രോഗ്രസ് ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ 8 ഓഫ് സ്വോർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇനാക്ഷൻ്റെ കാർഡാണ്. നമ്മൾ ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്ന എനർജിയാണ്. ബ്ലോക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തത് പോലത്തെ ഒരു എനർജി ആയിരിക്കും. അതായത് ഒരു വ്യക്തി നമുക്കൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യാതിരിക്കുക, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ മറുപടി പറയാതിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ളൊരു എനർജിയാണ് 8 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കേണ്ട ആൾ നമ്മളാണ്. ഈ വീഡിയോ കാണുന്ന ആളാണ് ആക്ഷൻ എടുക്കേണ്ടത്, പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് 8 ഓഫ് സ്വോർഡ്. ദെൻ 7 ഓഫ് കപ്സ് ആണ്. അതായത് മൾട്ടി ടാസ്കിങ് ആണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പം നിങ്ങളുടെ സ്കെച്ച് വരയ്ക്കുന്നതായിരിക്കാം, വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുക, ഒരു റിലേഷൻഷിപ്പിലുള്ള ആളെ മീറ്റ് ചെയ്യുക, പർച്ചേസിങ് നടത്തുക, വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് പർച്ചേസ് ചെയ്യുക, പിന്നെ സ്പിരിച്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ബാങ്കിൽ പോവുക, റീപേയ്മെൻറ്റുകളെ കുറിച്ച് അന്വേഷിക്കുക, ലോൺ എടുക്കുക, പണയം വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇല്യൂഷൻ്റെ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. കുറേ കാര്യം ചെയ്യാനുള്ളത് കൊണ്ട് ഏതാദ്യം ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അത്തരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ഒരു മായക്കാഴ്ച പോലെയാണ്. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കുറേ ബ്രാൻഡ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ്, അതെടുക്കണോ ഇതെടുക്കണോ എന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആവത്തില്ലേ, ആ ഒരു എനർജിയാണ്. ക്ലാരിറ്റി ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. മൾട്ടി ടാസ്കിങ് ആണ്. എന്ന് ചെയ്യുന്നതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസും മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. പല ഓപ്ഷൻസും ഉണ്ട്. അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് തന്നെയാണ്. 4 ഓഫ് സ്വോർഡാണേ. വീണ്ടും ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ്. വളരെ ലോവർ എനർജിയാണ്. ഈ എനർജി വരുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുക, അതായത് ഈ ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടാവുക എന്നാണ്. അത് തൊട്ട് മുമ്പുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നീട് ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടാവുക, അതിൽ നിന്ന് മുക്തരാവാൻ പറ്റാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു എനർജിയാണ്. അതായത് ചിലപ്പം ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമുള്ള ആളുകൾക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സർജറിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തിട്ട് കിടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ റെസ്റ്റിംഗ് എനർജിയുടെ സമയമാണ്. നിങ്ങളിപ്പോൾ ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും ആക്ഷൻ എടുക്കാനൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്ക് പെയിനും കാൽവേദനയൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയിനൊക്കെ ചിലപ്പോൾ ഇന്ന ദിവസം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ് കേട്ടോ. ഇത് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്ന കാർഡാണത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. നിങ്ങൾ ഇന്ന ദിവസം റെസ്റ്റ് എടുക്കണം, ബിക്കോസ് യുവർ ബോഡി നീഡ്സ് റെസ്റ്റ്. നിങ്ങൾ ഒത്തിരിയായിട്ട് അലഞ്ഞ് നടക്കുമല്ലേ, മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടൊക്കെ ഇരിക്കുമല്ലേ, നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരിക്കും, ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നിങ്ങളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാം വിത്ത് യുവർ ബോഡി. ഈ പറഞ്ഞ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ. ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആളുകൾ വീട്ടിലൊന്നും സാഹചര്യം ഇല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ഗോ ടു യുവർ ഫ്രണ്ട്സ് ഹോം ഓർ സംവെയർ ആൻഡ് ടേക്ക് റെസ്റ്റ്. നിങ്ങൾ അത്യാവശ്യമാണ് നിങ്ങൾ കുറച്ച് പേരോട് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ കാർഡ് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി വരുന്നുണ്ട്. അപ്പോൾ സർജറി ഒക്കെ ചെയ്ത് വിശ്രമിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സർജറി മാത്രമാണോ നിർബന്ധമല്ല, ചിലപ്പോൾ വീണിട്ടോ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടോ ഒക്കെ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൃതി വെച്ചിട്ട് അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നടത്തരുത്. അതായത്
ചാടി എണീറ്റ് ഓടാമെന്ന് വിചാരിക്കരുത്. പയ്യെ തിന്നാം, പഴയം തിന്നാം, മെല്ലെ മെല്ലെ നമുക്കത് ഗ്രോ ചെയ്ത് വരാൻ പറ്റും കേട്ടോ. അപ്പം പെട്ടെന്നൊരു ദിവസം നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പ്രയാസമായിരിക്കും. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. റെസ്റ്റിലൂടെയും ഉറക്കത്തിലൂടെയും നമുക്ക് കുറേ കാര്യങ്ങൾ ക്യൂർ ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 4 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത് മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആയുധം കൊണ്ട് മുറിവേക്കാതിരിക്കാനും വീഴാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് സൺ കാർഡാണ്. പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്, പോസിറ്റീവാണ്, സക്സസ് ആണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. ഇന്ന് യാത്ര പോകാൻ പറ്റും, യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കാണാൻ വേണ്ടി നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. പുതിയ തുടക്കം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ഇനി ഇതിലൊരു പുതിയ തുടക്കം ഇല്ല, അവസാനിച്ചു പോയി എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും ഒരു മിറക്കിൾ സംഭവിച്ച പോലെ പെട്ടെന്ന് അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുകയും നിങ്ങളിലേക്ക് അത് വന്ന് ചേരുകയും ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇനി അത് ഒരിക്കലും കിട്ടൂലെന്നോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും അതൊന്നും സംഭവിക്കത്തില്ല എന്നോ വിചാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ അധികം ആളുകൾക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത, ഒരു പ്രൊക്ലമേഷനോ ഒരു വിളംബരമോ ഒരു ന്യൂസോ ഒക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ സൺ കാർഡ് പറയുന്നത്. ഒരു ഇന്നസെൻ്റായി കുട്ടി യാത്ര ചെയ്യുന്നത് പോലെ ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും, ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നൊക്കെയാണേ. ദെൻ 6 ഓഫ് കപ്പാണ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ മുന്നേ അറിയുന്ന ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു റിയൂണിയൻ്റെ കാർഡാണ്. അത് അല്ലെങ്കിലും ഒരു റിയൂണിയൻ്റെ കാർഡാണ്. മാത്രമല്ല ഇന്ന് നിങ്ങൾ പഴയ കൂട്ടുകാരെ കാണുക, പഴയ ജോലി സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുക, ആ ഒരു എനർജിക്കാണ് 6 ഓഫ് കപ്സ്. അതുപോലെ നിങ്ങളുടെ സിബ്ലിങ്സ്, ബ്രദർ ഓർ സിസ്റ്റർ, അവരിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം കിട്ടുക, അവരിൽ നിന്നൊരു കോള് വരിക, സുഖാന്വേഷണം ഉണ്ടാവുക, അതൊക്കെയാണ്. പിന്നെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്കൊട്ടും അറിയാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്തോ ഒന്ന് തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ വീടും മായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വീടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം, അതിപ്പോൾ 7 ഓഫ് കപ്പ് ആയാലും 6 ഓഫ് കപ്പ് ആയാലും രണ്ടിനകത്ത് വീടിനെ കുറിച്ച് പരാമർശമുണ്ട്. വീട് ഒരു അസറ്റാണ്. അതിനോടൊപ്പം തന്നെ വീടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട് വിൽക്കുകയോ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാര്യം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നമ്മളെ വളരെ സ്ട്രോങ് ആക്കുന്ന, നമ്മുടെ ഇന്നർ സ്ട്രെങ്തിനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്നൊരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് വന്നിട്ട് നമ്മളതിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ പഠിക്കും. ആ പഠിക്കുക എന്നതാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പഠിത്തം, ആ ഒരു ലെസൺ ലേൺ ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് കറേജ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള കറേജ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. നമ്മളൊരു ലെസൺ ലേൺ ചെയ്തിരിക്കുന്നു, നമ്മൾ ഇന്നലത്തിനേക്കാൾ ഇന്ന് കൂടുതൽ ശക്തരായിരിക്കുന്നു, ബോൾഡായിരിക്കുന്നു എന്നൊക്കെയാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എന്തോരം മാറിപ്പോയി, നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന എനർജിയാണ് സ്ട്രെങ്ത് കാർഡ് കേട്ടോ. ദെൻ 4 ഓഫ് പെൻറ്റക്കിൾസ്. പണം ആവശ്യമാണ്, പക്ഷേ ആവശ്യത്തിനുള്ള പണം കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണം ഇങ്ങനെ ചുരുക്കി ചിലവാക്കുക, പിശുക്ക് കാണിക്കാന്നാണ്. ഇന്ന് പിശുക്കനും പിശുക്കത്തിയൊക്കെ ആയിരിക്കും, മൈസറാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചു കാര്യങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും അതിലിങ്ങനെ ലുപ്തിച്ച് വെക്കുകയും എന്നാൽ വലിയ കാര്യങ്ങളിൽ കൊണ്ട് പണം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യും, നമ്മളത് നോക്കത്തില്ല. വലിയ കാര്യങ്ങളിൽ ഓവർ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നഷ്ടം വരുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. കൊച്ചു കാര്യങ്ങൾ വാങ്ങിക്കുന്നതിനകത്ത് വരെ നമ്മൾ കണക്ക് പറയുകയും ചെയ്യും. അതാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ആർക്കും കൊടുക്കത്തില്ല. ഇന്ന് നമുക്ക് മറ്റുള്ളവർക്കൊന്നും ഒരു സാധനം വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ദിവസമാണ്. അതിപ്പോൾ അറിവായാലും ശരി, പണമായാലും ശരി, സ്നേഹമായാലും ശരി, കൊടുക്കത്തില്ല. അങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നമ്മളൊരു നിയന്ത്രണം വെച്ച് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ്.
അത് ആളുകളിലേക്ക് ചെല്ലുന്ന കാര്യത്തിലായാലും ശരി, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, ഇന്ന് ഭയങ്കര പിശുക്ക് കാണിക്കും എന്നുള്ളതാണ് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് ഇത് ചിലപ്പം റണ്ണിങ് ഔട്ട് ഓഫ് മണി ആയിരിക്കുമേ. പൈസ തീർന്നിട്ട് നമ്മളിതെങ്ങനെ മീറ്റ് ചെയ്യും എന്നോർത്തൊരു ടെൻഷനിലിരിക്കുമല്ലോ, ആ ഒരു എനർജിയൊക്കെയാണേ. കിട്ടുമോ എന്ന് പേടിച്ചിട്ടേ, നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷേ പൈസ കിട്ടുമോ എന്ന് പേടിച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ നോക്കിയിരിക്കൂലേ, ഭൂതം പണം കാക്കുന്ന പോലെ, അതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരു പേടിയിൽ ഇരിക്കുന്ന എനർജിയാണ്. ദെൻ 3 ഓഫ് വാണ്ടാണ്. ഇത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യരുടെ എനർജി കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പോകാനുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായിരിക്കാം. മെഡിക്കൽ പാസ്സാവുന്നതോ അല്ലെങ്കിൽ പോകാനുള്ള ടിക്കറ്റ് നോക്കുന്നതോ അങ്ങനെയുള്ള എന്തൊക്കെയോ എനർജിയാണ് ഈ 3 ഓഫ് വാണ്ട്സ്. അതായത് ഒരു യാത്രയ്ക്കുള്ള മുന്നൊരുക്കമാണ്, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. ഇനി വിദേശത്ത് പോകുന്ന ആളുകളല്ല എങ്കിൽ, വിദേശത്ത് പഠിക്കാനോ ജോലിക്കോ പോകുന്ന ആളുകളാവാം. ഇനി അങ്ങനെയുള്ള ആളുകളല്ല നിങ്ങൾ എങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു പാഷനെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ച് നിങ്ങൾ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടത്തുന്നു എന്നാണ് 3 ഓഫ് വാണ്ട് പറയുന്നത് കേട്ടോ. ദെൻ 10 ഓഫ് കപ്സ് ആണ്. ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയായിട്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടും, ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോകുന്നുണ്ടായിരിക്കും, ഫാമിലിയോടൊപ്പം പുറത്ത് പോയി എന്തെങ്കിലും പർച്ചേസിങ് ചെയ്യുന്നുണ്ടാവും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് 10 ഓഫ് കപ്സ്. ഇത് ഫാമിലി ആയിട്ടിരിക്കുന്നവരുടെയും ഫാമിലി പോലെ ജീവിക്കുന്നവരുടെ റിയൂണിയനാണ്. അപ്പോൾ ഇതൊരു റിയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നവരും മാറി നിൽക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു റിയൂണിയൻ കാണുന്നുണ്ട്. ഇനി അതല്ല ലവേഴ്സായിട്ട് പാർട്ട്നേഴ്സിനെ പോലെ ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും, അതല്ല ഇനി ലിവിങ് ടുഗദറിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഒരു റിയൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാണ്ട്സ് ആണ്. ഇതും റിയൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് യൂണിയൻ ആണ്. അതുപോലെ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും അത് റിയൂണിയൻ്റെ ദിവസമായിട്ടാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതൊരു സോൾമേറ്റ് യൂണിയൻ തന്നെയാണ് കേട്ടോ. സോൾമേറ്റുകളായിട്ടുള്ള ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ളൊരു യൂണിയൻ്റെ ദിവസം കൂടെ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഹോം കമ്മിങ് ആണ്. വിദേശത്തുള്ള ആളുകളൊക്കെ നാട്ടിലേക്കോ, വിദേശം മീൻസ് നമ്മുടെ നാടല്ലാത്ത എല്ലാം നമുക്ക് വിദേശമാണ്. അപ്പോൾ വിദേശത്തുനിന്ന് ആളുകൾ വീട്ടിലേക്ക് വരുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ അവരോട് ഒത്തുചേരുന്നു എന്നുള്ള എനർജിയാണ്. പിന്നെ ഇതൊരു ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സെലിബ്രേഷനിൽ കല്യാണമായിരിക്കാം, കല്യാണ നിശ്ചയമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പാഷനെ നിങ്ങൾ ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ്റെ കാർഡ് കാണുന്നുണ്ട്. 4 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏണിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊരു റെക്കഗ്നീഷൻ ഉണ്ടാവുന്നു എന്നുള്ളൊരു കാർഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പേരിൽ നിങ്ങൾ അഭിനന്ദിക്കപ്പെടുന്നു, മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ മറ്റുള്ളവർ അഭിനന്ദിക്കുക, വാഴ്ത്തുക എന്നൊക്കെയാണ് ഈ 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതായത് ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ പേരിൽ നിങ്ങളെ മറ്റുള്ളവർ വാഴ്ത്തുക, നിങ്ങളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള എനർജിയാണ് 4 ഓഫ് വാണ്ട്സ്. മോസ്റ്റ്ലി ഇന്നൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. ഈ 4 ഓഫ് പെൻറ്റുകൾ പറയുന്നത് പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് സ്പെൻഡ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ വൺസ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് പിന്നെ തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം മണി അട്രാക്ട് ചെയ്യാൻ പവറുള്ള ആൾക്കാരായിരിക്കണം. സൺ കാർഡ് പറയുന്നത് നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത്, പണമാണെങ്കിൽ പണം, ജോലിയാണെങ്കിൽ ജോലി, റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്, അത് നിങ്ങളിലേക്ക് വളരെ ഇന്നസെൻ്റ് ആയിട്ട് വന്ന് ചേരും എന്നാണ്. അവിടെ ഒരു പുതിയ തുടക്കമുണ്ടെന്നാണ്. സക്സസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ്, സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ്. അതുപോലെ ഒരു പുതിയ തുടക്കം അവിടെ ഉണ്ടെന്നുള്ളതാണ് ഈ സൺ കാർഡ് പറയുന്നത് കേട്ടോ. 6 ഓഫ് പെൻറ്റുകളും ഒരു കപ്പ് ഓഫ് ലവ്, ചിലപ്പോൾ ഒരു കപ്പ് ഓഫ് ലവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ജോബൊക്കെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ജോബിനൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ജോബ് ഓഫറൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ഒറ്റ കാര്യമേ ഇവിടെ കുഴപ്പമുള്ളൂ, നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ കണ്ണും കെട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. 8 ഓഫ് സോഡ്, ആരെയോ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തതുപോലെ പെരുമാറുന്നതാണ്. നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനകത്ത് കയറിയിരിക്കുന്നു, എന്നിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്നു. ഞാൻ വിട്ടുപോയി, ഞാനതിൽ വീണ് പോയി, അല്ലെങ്കിൽ ഞാൻ വിക്റ്റിമായിപ്പോയി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ്. എൻട്രാപ്മെൻറ്റിൻ്റെ കാർഡാണിത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്നത്തെ കാര്യം നടക്കുകയുള്ളൂ. നമ്മളാണ് ഇന്ന് ആക്ഷൻ എടുക്കേണ്ട ആളെ. ബോട്ടം 9 ഓഫ് കപ്സ് ആണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റും, ഡ്രീം കം ട്രൂ ആണ്. നമ്മൾ എന്താണോ ആഗ്രഹിച്ച് അതിൽ നിന്ന് നമ്മളിലേക്ക് വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല, നല്ലൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്നലെ എന്തോ പറഞ്ഞിട്ട് ചിരിച്ചതിന് കമൻ്റൊക്കെ ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു.
എപ്പോഴും പറയുന്നല്ലോ ഇത് ഗൈഡൻസ് ആണല്ലോ. അപ്പം നമ്മൾ ആ ഗൈഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നിത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾ ആ വഴി പോകണ്ട എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് വരുന്നതൊന്നും നമുക്കുള്ള അല്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്തിരുന്നാൽ മതി. പിന്നെ എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, നല്ലത് മാത്രം സംഭവിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ്. അപ്പോൾ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ള പോലെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഹാപ്പിനെസ് ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ മൂലകാരണം നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്. അവിടെ ഒരു ഹാപ്പിനെസ് ഇല്ലെങ്കിൽ, റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഫാമിലി ലൈഫിൽ പോയിട്ട് ആദ്യമേ എൻ്റെ ട്രോമാസ് എല്ലാം ക്ലിയർ ചെയ്യുക. ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, ആരെങ്കിലും കോഡ് കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഫാമിലിയിൽ ഹാപ്പിനെസ് കൊണ്ടുവന്ന റിലേഷൻഷിപ്പിലും ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. ദെൻ റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങളത് എക്സിബിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ നിങ്ങൾ അൺബൗണ്ട് ചെയ്ത് വിടുക. റിക്കൺസിലിയേഷനാണ്. അവിടെ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, എവിടെയാണോ നിങ്ങൾ റിക്കൺസിലിയേഷൻ ഇല്ലാതെ നിൽക്കുന്നത്, അവിടെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് റിക്കൺസൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം. ലാസ്റ്റ് കാർഡ് സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഈ കാർഡൊക്കെ എടുക്കുന്നത്, അയാളെ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷ കിട്ടും. സോൾമേറ്റ് ആണ്. അപ്പം കാർമിക് സോൾമേറ്റ് ഒക്കെ ആണെങ്കിൽ കുറേ പ്രശ്നം കാണും. അതല്ല, അല്ലാത്ത സോൾമേറ്റ് ആണ്, പ്യുവർ ആയിട്ടുള്ള സോൾമേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർ വന്നിട്ട് പൊക്കോട്ടെ, നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. കാർമിക് സോൾമേറ്റ് ആണെങ്കിൽ ഇച്ചിരി പാടുപെടും. 11 പാടുന്നു നീ പാടുപെടും എന്ന് പറയത്തില്ലേ, ആ പാടുപെടൽ തന്നെയാണ് കേട്ടോ. ഈ സോൾമേറ്റ്സ് വന്നാൽ ഇച്ചിരി പ്രശ്നമാണ്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് പറയുന്ന ഗൈഡൻസ്? ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. നിങ്ങളിപ്പം എന്തിലാണോ ഏഞ്ചൽസിനോട് ഗൈഡൻസ് ചോദിക്കുന്നത് അവിടെ കുറച്ചും കൂടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറയുന്നുണ്ട്. കുറച്ചും കൂടെ ഇൻഫർമേഷൻ എടുക്കുക, കുറച്ചും കൂടെ ഒന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത്. ട്രസ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അതിനെ ട്രസ്റ്റ് ചെയ്യുക, പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് 100% നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് വരും. ലാസ്റ്റ് നോട്ട് ദ റൈറ്റ് ടൈം. ഇന്നത് ശരിക്കുള്ള സമയമല്ല. അപ്പോൾ നിങ്ങൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം, ഈ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇന്ന് ശരിക്കുള്ള സമയമല്ല, അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുമ്പോഴത്തേക്കും യൂണിവേഴ്സ് നിങ്ങൾക്കുള്ളത്, ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും എന്നാണ് ഇന്ന് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഹൈപ്പ് ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.